അദ്ദേഹത്തിന് പരാതി നൽകുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് CPI-എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള പരാതിയുടെ കോപ്പി മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പി ഞങ്ങൾക്കും തരികയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നതിന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGP-ആണ്. DGP-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. അതോടൊപ്പം പോലീസിൻ്റെ പൊതുവായ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രഥമദൃഷ്ട്യാ തന്നെ പോരായ്മ വന്നിട്ടുണ്ട്. അവിടെ SP ആയിരുന്ന ഇപ്പോഴത്തെ അന്നത്തെ പരിസ്ഥിതിയിൽ പത്തനംതിട്ട SP കൂടിയായ സുജിത് ദാസ് IPS അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ DGP അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സുജിത് ദാസ് IPS-നെ സസ്പെൻഡ് ചെയ്യുന്ന നില സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിലെ പോലീസ് രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുകയുണ്ടായി. ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത് എന്നതിനാൽ സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് നൽകിയ ശേഷം ആവശ്യമാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ നിലപാട് സെക്രട്ടേറിയറ്റ് സ്വീകരിക്കാം എന്നാണ് കണ്ടത്. അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് അൻവറിൻ്റെ പരാതിയിൽ P. ശശിക്കെതിരായിട്ടുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു പരിശോധനയ്ക്ക് വിധേയമാകേണ്ടുന്ന കാര്യം അൻവർ കത്തുമായിട്ട് ബന്ധപ്പെട്ടില്ല താനും. അതിനുശേഷമാണ് രണ്ടാമതൊരു പരാതി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത്. അതും പാർട്ടി പരിശോധിച്ച് ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തെ ഞാൻ തന്നെ വിളിച്ച് നമുക്ക് എപ്പോഴാണ് ഒന്ന് നേരിട്ട് കാണാനാവുക എന്ന് ചോദിച്ചപ്പോൾ അടുത്ത 3-ാം തീയതി അപ്പോഴാണ് കാണാനാവുക എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി 3-ാം തീയതി കാണുന്നതിന് വേണ്ടിയുള്ള തീയതി നിശ്ചയിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നത്. ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറി ഞാൻ പാർട്ടിക്കും ഗവൺമെൻറ്റിനും പരാതി നൽകി കഴിഞ്ഞു, ഇനി അവരുടെ തീരുമാനമനുസരിച്ച് ഞാൻ മറ്റൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും പത്രസമ്മേളനവും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ കാണാനാവുള്ളൂ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇറക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി സഹാബ് പിണറായി ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായും പൊതുയോഗത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടും ഈ കാര്യം ഒന്നുകൂടി വിശദീകരിച്ചു. വന്ന പരാതികൾ പരിശോധിക്കുന്നതിനിടയിൽ പാർട്ടിയിലും സർക്കാരിലും വിശ്വാസം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, നിരവധി പ്രാവശ്യം വാർത്താ സമ്മേളനങ്ങൾ നടത്തി നിരവധി പ്രാവശ്യം പാടില്ല എന്ന നിർദ്ദേശം നൽകി പുതിയ ആരോപണങ്ങളുമായി UDF-കാരും BJP-ക്കാരും
വാർത്താ മാധ്യമ ശൃംഖലയും എന്താണോ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇക്കാലം അത്രയും അതിനെല്ലാം എതിരായിട്ട് ശക്തിയായി നിന്ന അൻവർ അതെല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, ഭാഷയിൽ, ശൈലിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണിത്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടും ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഞാനുമായും പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള സഖാക്കളും പാർട്ടി നേതാക്കളും, അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല മലപ്പുറമാണല്ലോ, അവിടെയുള്ള പാർട്ടി നേതൃത്വവും നിരന്തരമായി ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും സത്യമാണ്.